ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ ഇരുന്നിട്ട് ചമ്മന്തി, പിന്നെ തേങ്ങാ ചമ്മന്തി കേട്ടോ, തേങ്ങാ ചമ്മന്തി, പിന്നെ പൊറോട്ടയും കൂടെ കഴിക്കുന്നത്. ഇന്ന് നമ്മൾ കടയിൽ നിന്ന്, നമ്മൾ ഹസൻകുട്ടിയണ്ണൻ്റെ അവിടെ നിന്ന് കടയിൽ നിന്ന് പൊറോട്ട മേടിക്കുക ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ലായിരുന്നല്ലോ കിണറ്റിൽ വെള്ളമുണ്ട്. നമ്മുടെ മോട്ടർ മോട്ടറിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ആ മേളിൽ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുക മേപ്പോട്ട് അവിടെ, പിന്നെ അതിങ്ങനെ ഇളകി ഇതായിട്ട് കിടക്കുക. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമ്മൾ ഹസൻകുട്ടിയണ്ണനോട് പറഞ്ഞിട്ട് പിന്നെ ഹസൻകുട്ടിയണ്ണൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് പുള്ളി. അപ്പം പിന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം വന്നിട്ട് സാധനം മേടിക്കാൻ അജുവും കൂടെ അങ്ങോട്ട് പോയേക്കുക. അപ്പോൾ രാവിലെ മഴ, പിന്നെ ഇന്നലെ മഴയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഏത് പനി വന്നാലും എന്തോ വന്നാലും ഞാൻ കുളിച്ചിട്ടേ കിടക്കും. പക്ഷേ ഇന്നലെ എനിക്ക് കുളിക്കാൻ പറ്റിയില്ല. ഞാൻ കുളിച്ചില്ല ഇന്നലെ. കുളിക്കാത്തതുകൊണ്ട് ഞാൻ 2 മണി വരെ 3 മണി വരെയും കുത്തിയിരുന്ന് തലയിൽ വെളിച്ചെണ്ണയും തേച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം വരും കറണ്ട്, ഇപ്പം തന്നെ വരും, ഇപ്പം തന്നെ വരും മഴ എന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ മഴ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. മഴ പെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മഴ പെയ്തില്ല. ചെറുതായിട്ട് ചാറി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ 1 മണി എങ്ങാണ്ടായപ്പോൾ ഞാൻ തല വെളിച്ചെണ്ണ തേച്ചു. 12 മണിക്കോ എങ്ങാണ്ട് തേച്ചു. എന്നിട്ട് അത് പെയ്തില്ല, അതങ്ങനെ പോയി. എന്നിട്ട് ഞാൻ 2:30 വരെ 2:45 വരെ അടുക്കളയിൽ തന്നെ ഇരുന്നു. പിന്നെ മഴ പെയ്യുവാണെങ്കിൽ ഇറങ്ങി കുളിക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. മഴ പെയ്തില്ല. പിന്നെ പോയി കയറി കിടന്നിട്ട് രാവിലെ എണീറ്റ് 6 മണി മുതൽ എണീറ്റിരിക്കുക. 6 മണിക്ക് എണീറ്റ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പോയി ഇച്ചിരി നേരം കൂടെ കിടന്നിട്ട് 7 മണിയായപ്പം ഞാൻ പോയിട്ട് പിന്നെ ഷീജാക്കയുടെ അവിടെ പോയി പിന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൊണ്ടുവന്നു. പല്ലൊക്കെ തേച്ചു. പല്ല് തേച്ചിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചായക്ക് വെള്ളം വെച്ചു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് മഴക്കോളിൻ്റെയൊക്കെ ഒരിതായി. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ആദ്യം കുടയും പിടിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഞാൻ പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ബക്കറ്റിനകത്തെല്ലാം വെള്ളം പിടിച്ചു. എന്നിട്ട് തുണികൾ ഇന്നലെ ഞാൻ കഴുകി പിന്നെ ഇതെല്ലാം പിന്നെ കഴുകി ഇതാക്കി വെച്ചിരുന്ന തുണികളായിരുന്നു. എന്നിട്ട് ആ തുണിയെല്ലാം ഞാൻ അച്ചാച്ചൻ്റെ ബെഡ്ഷീറ്റും പിന്നെ കൈലിയ കേട്ടോ, ആ അച്ചാച്ചൻ്റെ ഷർട്ടും അത് ഞാനങ്ങ് കഴുകിയെടുത്തു. പിന്നെ ഇട്ട് അവിടെ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് തോന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പിന്നെ കുളിക്കാനായിട്ട് ഞാൻ അപ്പം തന്നെ പോയി ബാക്കി ബക്കറ്റിലെല്ലാം വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാനങ്ങ് കുളിച്ചു. ഞാൻ മുറ്റത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ട് ഞാനങ്ങ് കുളിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു സമാധാനമായത് കേട്ടോ. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അജ്മോൻ വന്നിട്ട് പിന്നെ പോയിട്ട് അജ്മോനും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് അജ്മോൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പൊറോട്ടയും മേടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴെ പോയി നിന്നിട്ട് അതിങ്ങനെ പൊത്തി അമക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറ്റാൻ ഒക്കുമോ നോക്കി. എന്നിട്ട് അത് അങ്ങനെ തന്നെ വീഴുമായിരുന്നു. അന്നേരം ഒന്നും പിന്നെ നമ്മുടെ അച്ചായൻ വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടാണ് വന്നത് പുള്ളിക്കാരൻ. പിന്നെ അപ്പോൾ വന്നപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേന് ഞാൻ മഴവെള്ളമെല്ലാം പിടിച്ച് സ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ചെയ്ത് ആ വെള്ളം കൊണ്ട് ഞാൻ പെരക്കകത്തുള്ള ഇന്നലെ പാത്രമൊന്നും തേച്ച് കഴുകിയില്ലായിരുന്നു. ഞാൻ പാത്രമെല്ലാം കഴുകിയെല്ലാം റെഡിയാക്കി കേട്ടോ. ഗ്യാസ് തീർന്നായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം അടുപ്പില്ല ഉണ്ടാക്കുന്നത്, അടുപ്പിൽ വെച്ചിട്ട് ചായയൊക്കെ ഇടുന്നത്. പിന്നെ എന്നിട്ട് വെള്ളമൊക്കെ ഈ കലത്തിലും ബക്കറ്റിലും എല്ലാം പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഈ 2 ബക്കറ്റ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നു. ഞങ്ങൾ 3-4 ബക്കറ്റ് വെള്ളം അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അകത്തുള്ള ആവശ്യത്തിനുള്ളതെല്ലാം അതിന് കിട്ടി. പാത്രം കഴുകാനെല്ലാം മഴവെള്ളം വെച്ചിട്ട് പാത്രമെല്ലാം കഴുകിയെടുത്തു. അങ്ങനെയൊക്കെ ചെയ്തു. ഇനി ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ മോട്ടറൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നു. എല്ലാം അതിൻ്റെ സാധനങ്ങൾ മേടിക്കാനായിട്ട് അജുമോനും കൂടെ പിന്നെ അച്ചായൻ്റെ കൂടെ അങ്ങോട്ട് പോയേക്കുക. എന്നിട്ട് ഞാൻ ചോറിന് അരി അടപ്പയിലിട്ടേക്കുക, അതവിടെ കിടന്ന് വേവട്ടെ. എന്നിട്ട് അജുമോൻ കഴിച്ചിട്ടാണ് പോയത്. എനിക്കുള്ള പൊറോട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഈ കളർ എന്താണെന്ന് ചോദിക്കും. ഇത് ഈ കാശ്മീരി മുളക് ആയത് മുളക് തന്നെ അരച്ച് വെക്കും. മുളക് പൊടിപ്പിച്ചില്ലായിരുന്നു, ആ മുളക് തന്നെ വെച്ച് അരച്ചത്. അതാണ് ഈ കളർ ഇത്രയും കേട്ടോ. ദൈവമേ, ഈ മറക്കാനാവാത്ത നിമിഷങ്ങളാണ് ദൈവം തന്നത്. വല്ലാത്തൊരു ഗ്യാസും തീർന്നു. ഈ മോട്ടറും കൂടെ എന്നെയും കൂടെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ നമ്മളെപ്പോഴും ഗ്യാസിലൊക്കെ പരിവലിച്ച് കഴിയുമ്പോൾ പിന്നെ അതും കൂടെ രണ്ട് ബുദ്ധിമുട്ടുകൾ ഒന്നിച്ച്. വെള്ളമൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടില്ല. ഞങ്ങൾ പോയിട്ട് ഞാൻ ആദ്യം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അജ്മോൻ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. പിന്നെ അജ്മോന് ഞാൻ ഒറ്റ ബക്കറ്റ് വെള്ളമേ കൊണ്ടുവന്നു. അജ്മോൻ 3 ബക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ നമുക്ക് 4 ബക്കറ്റോ കൊണ്ടുവന്നപ്പോൾ ഒരു ബക്കറ്റ് നമ്മൾ കഞ്ഞിക്ക് എടുക്കാനും അരി കഴുകാനും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അജ്മോൻ ഒരു ബക്കറ്റ് കുളിക്കാനെടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പോൾ വെള്ളത്തിൻ്റെ വില ഇച്ചിരി വലുതാണ്. മഴ, ഭയങ്കര മഴയാണ്. പറയത്തില്ലേ വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ. ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളമാണ്, പക്ഷേ കുടിക്കാനുള്ള വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ. കിണർ രണ്ടെണ്ണം ഉണ്ട്. കോരി ഇറക്കണം കിണർ. അത് കോരി ഇറക്കുമ്പോൾ 10,000-2,000 രൂപയാവുമെന്ന് പറഞ്ഞത് അങ്ങനെ ഇട്ടേക്കും. അത് കോരി ഇറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കമ്പി ഇടണം. പിന്നെ ഇത് നെറ്റിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വല ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അതിനകത്ത് ഒന്നും വവ്വാലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇറങ്ങത്തില്ല. ഇതിപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാൽ ഇറങ്ങുക എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ പിന്നെ കിണറ്റിലെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തൊണ്ടയടയ്ക്കാൻ കാരണമുണ്ട്. അവിടെ ചെന്ന് കൈവച്ച് ഇങ്ങനെ പൊത്തിപ്പിടിക്കാൻ പറഞ്ഞിട്ട് ഫോൺ എടുക്കണം, കൈവച്ച് പൊത്തിപ്പിടിക്കണം. അജുവിനെ ഫോൺ എടുത്ത് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. അജു മോട്ടർ ഓണാക്കി പിന്നെ ഓണാക്കിയിട്ട് അജു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ അജുവിനെ വിളിക്കുക. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിലൊരു ഒരു തുണിയുണ്ട്, പിന്നെ മൊബൈൽ ഫോണുണ്ട്, ഒരു ചെറിയ പാത്രമുണ്ട്. പിന്നെ ഇതെല്ലാം കൈ വെച്ചുകൊണ്ട് പിന്നെ ആ വെള്ളത്തെ പൊത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ടും കൂടെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഫോൺ എടുത്ത് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് അജുവേ എന്ന്. കൈ എടുത്തു കഴിഞ്ഞാൽ വെള്ളമെല്ലാം കൂടെ തെറിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് ദേഷ്യപ്പെട്ട് എൻ്റെ തൊണ്ട പോയി. ഇങ്ങനെ അലയ്ക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ തൊണ്ട പോയി. അങ്ങനെ ഇരിക്കുമോ. അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോവുക. ഇവിടെ അതുകൊണ്ട് അച്ചായൻ വന്നിട്ടുണ്ട്. അച്ചായനും അജുവും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇതിൽ ഇറങ്ങാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ എനിക്ക്. ഇവിടെ എല്ലാം ഇതായി മഴ പെയ്ത് പന്നി ചാടുന്നതും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒരു വരി കിടക്കും. ഞാൻ പതുക്കെ ഒന്ന് ഇറങ്ങട്ടെ. അച്ചായൻ കണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് അച്ചായൻ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ മുതൽ ഞങ്ങൾ നോക്കിയിരുന്നു. ഈ കോട്ടിടുമായിരുന്നെന്നാണ് ഹസൻകുട്ടിയണ്ണൻ പറഞ്ഞത്. ഈ കോട്ടിട്ടുകൊണ്ട് നിൽക്കുമോ? അതെ, കോട്ടിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അച്ചായനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. അച്ചായ ഇങ്ങോട്ടൊന്ന് നോക്കി, അച്ചായ മുഖമൊന്ന് കാണട്ടെ. അതുകൊണ്ട് അച്ചായൻ നിൽക്കുന്നു. അച്ചായൻ ഇരിക്കുമായിരുന്നു, ഇപ്പം നിൽക്കുക. അജു അച്ചായനും കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അച്ചായൻ പണിയുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പത്തനംതിട്ടയിലും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ പ്ലംബിങ്ങിൻ്റെയൊക്കെ പണിയൊക്കെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അച്ചായന് സമയമുണ്ടെങ്കിൽ ഓടിയെത്തും. ഇല്ലേ അച്ചായ? അകത്തോട്ട് ഇരിക്കുന്നതുകൊണ്ട് അച്ചായനത് വല്ലവായിട്ട് മുറുക്കുക. ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇതിലായിരുന്നു വെള്ളം തെറിച്ചുകൊണ്ടിരുന്നത്. ആണോ? അത് ഉരുകി പോയുണ്ട്. കോലം
പുതിയ വീടൊക്കെ പണിയുന്നവരും പിന്നെ അതുപോലെ മോട്ടറിൻ്റെ അല്ലാത്ത പ്ലംബിങ്ങിൻ്റെയൊക്കെ പണികളൊക്കെ ഉള്ളവരൊക്കെ അച്ചായനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളിടത്തൊക്കെ അച്ചായൻ വരും. നേരത്തെ നമുക്കിവിടെ പിന്നെ എന്തെങ്കിലും പണികളെല്ലാം ഉള്ളപ്പോൾ ഇതുപോലത്തെ എല്ലാ പണിക്കും നമുക്ക് ഒരു പാടുമില്ല. ഏത് പാതിരാത്രിയിലാണെങ്കിലും ഹസൻകുട്ടിയണ്ണൻ വരും. ഇപ്പോൾ ഹസൻകുട്ടിയണ്ണൻ ഇങ്ങോട്ട് ഇറങ്ങി വരാനൊരു പ്രയാസമുണ്ട്. എന്നാലും പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഞാനും അജുവും പറഞ്ഞ് വേണ്ടാന്ന്, ഞങ്ങൾക്ക് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ അജുവിന് ഷീജാക്കയോടുള്ള പേടിയാണ്. മാമനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഷീജാക്ക എന്നെ വെച്ചേക്കത്തില്ലെന്നാണ് പറഞ്ഞത്. സത്യമായ കാര്യം. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ തെന്നി കിടക്കുന്നതുകൊണ്ട് പാടാം. പൈപ്പ് എടുത്ത് കൊടുക്കടാ, പൈപ്പ് എടുത്ത് കൊടുക്ക. അച്ചായൻ്റെ പേരൊന്ന് പറഞ്ഞ അച്ചായ. റോയി എന്നാ അച്ചായൻ്റെ പേര്. പിന്നെ അച്ചായൻ്റെ വീട് എവിടെ അച്ചായ? കുളത്തിങ്കലാണ്. നമ്മൾ കോന്നിയിലോട്ട് പോകുന്നിടത്ത് നമ്മുടെ വകയാറ് കഴിഞ്ഞിട്ട് പിന്നെ ആണ് കുളത്തിങ്കൽ. അച്ചായൻ്റെ മോനും 10ാം ക്ലാസ്സിലായിരുന്നു. മോനും പാസ്സായിട്ടുണ്ട്. ഇനി അതിനുള്ള പിന്നെ അച്ചായൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അച്ചായൻ്റെ വീടിൻ്റെ പാലുകാച്ച. 2 വർഷം മുമ്പ് അച്ചായൻ ഇതുപോലെ വന്നപ്പം വീടിനെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രാവശ്യം അച്ചായൻ വന്നപ്പോഴത്തേക്ക് വീടിൻ്റെ പാലുകാച്ചായി. അച്ചായനാണെങ്കിൽ അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉറക്കവും ഇല്ല. ഉറക്കം ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ചായൻ പണിയെല്ലാം കഴിഞ്ഞു. ഇങ്ങോട്ട് മറിക്കേ അജു, മറിക്കേ. ഞാൻ അന്നേരം എനിക്ക് പിന്നെ ഇതെല്ലാം ഫോണിനൊരു ഇത് നിറഞ്ഞായിരുന്നു, ഫുള്ളായി. ഞാൻ പോയി ഓണാക്കാം. ഈ കമ്പിയൊക്കെ ഊരി എടുക്കാം അല്ലേ അച്ചായ? അതോ ഇങ്ങനെ ഇരിക്കട്ടെന്നോ? ഇവിടെ ഇരുന്നോട്ടെന്നോ? ഇവിടെ ഇരുന്നോട്ടെ. ആ നമ്മുടെ അച്ചായൻ പെട്ടെന്ന് ചടപടാന്നായിരുന്നു പണിയെല്ലാം. പടപടാന്ന് ഓണാക്കി ചടപടാന്ന് പണിയെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നില്ലേ അച്ചായ? എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ റോയിച്ചായനെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവർ അച്ചായൻ്റെ വീട് അങ്ങോട്ട് കോന്നിയിലോട്ട് പോകുന്നിടത്താണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഇതുപോലെ പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിൻ്റെയൊക്കെ പണിക്ക് ആവശ്യക്കാരൊക്കെ എപ്പോഴെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഈ ഇതിലോട്ട് ഒരു കമൻ്റ് ഇട്ടാലും മതി, ഞാൻ എടുത്ത് നോക്കും. നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അച്ചായനെ വിളിച്ച് പറയും. അപ്പം നിങ്ങൾ അന്നേരം എവിടെയാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ചായൻ്റെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായൻ്റെ നമ്പർ ഞങ്ങൾ ഇത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.